Hello guys, welcome back to our channel. This is me with Mallu episode. എപ്പിസോഡിൻ്റെ ഓപ്പണിംഗ് സീനിൽ ഇപ്പോൾ വേഗ് ഓഫ് പങ്കിൻ്റെ ആ ഒരു ഐലാൻഡ് ആയിരിക്കും കാണിക്കുക. അവിടെ ആ ബ്ലാക്ക് സോൾജിയേഴ്സ് അവരാണെങ്കിൽ നമ്മുടെ ആൾക്കാരെ തടയാനും വേഗ് ഓഫ് പങ്കിനെ പിടിക്കാനുമായിട്ടും റെഡി ആയിട്ട് നിൽക്കുകയാണ്. നമ്മുടെ ആൾക്കാരുടെ പ്ലാൻ അത് ഓൾറെഡി അവർ മനസ്സിലാക്കിയതാണ്. അതുകൊണ്ട് തന്നെ അവരുടെ റോക്കറ്റ് പോകുന്ന ആ ഒരു പാത്ത് അത് തകർക്കാനായിട്ട് അവർ റെഡി ആയിട്ട് നിൽക്കും. അപ്പോഴായിരിക്കും അവർക്കൊരു വമ്പൻ ട്വിസ്റ്റ് കൊടുത്തുകൊണ്ട് വലിയ ഒരു അറ്റാക്ക് അവിടേക്ക് വന്ന് വീഴുക. അവിടേക്ക് വന്നത് ഒരു ബീം പവറാണ്. സോൾജിയേഴ്സ് എല്ലാവരും അതുകൊണ്ട് പേടിച്ച് ഓരോ ഭാഗത്തേക്ക് ഓടാനായിട്ട് തുടങ്ങും. അവരതാരാണെന്നറിയാൻ പതിയെ തിരിഞ്ഞു നോക്കും. ആ ഒരു ജയന്റ് രൂപം കണ്ട് അവർ ഞെട്ടുകയാണ്. മറ്റാരുമല്ല, BX1 കുമ ഒരു മാസി ഫെസ്റ്റ്. അത് കണ്ട നേവി സോൾജിയേഴ്സ് ആണെങ്കിൽ ദേഷ്യപ്പെട്ട് പറയും, നീ എന്തിനാ ഇപ്പൊ ഇവിടേക്ക് വന്നേ? നീയും ഒരു നേവി സോൾജിയറല്ലേ? ഒരു കാരണവശാലും നിനക്ക് ഞങ്ങളെ അറ്റാക്ക് ചെയ്യാനുള്ള യാതൊരു അതോറിറ്റിയും ഇല്ല. നമ്മുടെ ലക്ഷ്യം അത് വേഗ് ഓഫ് പങ്കാണ്. അത് കേട്ട് അവനാണെങ്കിൽ ഇപ്പൊ അവന്റെ ലേസർ പവർ ഉപയോഗിച്ച് അവരെ അറ്റാക്ക് ചെയ്യാണ്. മറ്റൊരു ഭാഗത്ത് ഒരു പറ്റം സോൾജിയേഴ്സ് അവരവനെ റൗണ്ട് ചെയ്യും. അതിനവനാണെങ്കിൽ ഒരു പ്രത്യേകതരം മാസി ഫെസ്റ്റ് ബബിൾ പവർ അത് അവർക്ക് നേരെ ഉപയോഗിക്കുകയാണ്. ചില സോൾജിയേഴ്സ് കണ്ട് ഭയപ്പെടും. അതിനവൻ പറയും, നിങ്ങൾക്ക് ജീവൻ വേണമെങ്കിൽ ആ ഒരു ലാബിന്റെ സെക്കൻഡ് ഫ്ലോറിലേക്ക് പോകുന്നതാണ് നിങ്ങൾക്ക് നല്ലത്. പക്ഷെ അവര് ഒന്നും തന്നെ കേൾക്കാൻ തയ്യാറാവാതെ ഇപ്പൊ അവനെ ഷൂട്ട് ചെയ്യാനായിട്ട് തുടങ്ങും. അടുത്ത നിമിഷം ആ പവർ വന്ന് ഹിറ്റ് ചെയ്ത് അവരെല്ലാവരും മരിക്കുകയാണ്. ഇപ്പോൾ ചില സോൾജിയേഴ്സ് ആണെങ്കിൽ ആ ഒരു അറ്റാക്ക് കണ്ട് പേടിക്കുകയാണ്. അതിന് കൂമയാണെങ്കിൽ ഇപ്പൊ അവന്റെ കൈ നീട്ടി അവരുടെ അടുത്തേക്ക് വരും. അവർ ഗണ്ണ് താഴെയിട്ട് കൈ ഉയർത്തി പിടിക്കുകയാണ്. കുഴപ്പമില്ല, നിങ്ങളെ ഞാൻ കൊല്ലുന്നില്ല എന്ന് പറഞ്ഞ് കൂമയാണെങ്കിൽ അവരെ ലോക്ക് ചെയ്യും. അതിനവർ വിളിച്ചു പറയും, പാസിഫിസ്റ്റ്, ഒരു കാരണവശാലും നീ ഇങ്ങനെ ചെയ്യാനായിട്ട് പാടില്ല. ഗവൺമെന്റിന്റെ സോൾജിയർ ആണ്, ഗവൺമെന്റിന്റെ വെപ്പനാണ്. ഒരിക്കലും ഗവൺമെന്റിന്റെ റൂൾസിനും ഇൻഫർമേഷൻസിനും എതിരായിട്ട് പ്രവർത്തിക്കാൻ നിനക്ക് യാതൊരു റൈറ്റ്സും ഇല്ല. അങ്ങനെ സീൻ കട്ട് ചെയ്ത ഇവിടെ സെന്റമറുവിനെ കാണിക്കും. അവനെയാണെങ്കിൽ ഇപ്പൊ ബേസ്മെന്റിൽ വെച്ച് ആരൊക്കെ ട്രീറ്റ്മെന്റ് കൊടുക്കുകയാണ്. അവൻ പതിയെ കണ്ണു തുറന്ന് നോക്കും. ഡോക്ടർ വേഗ് ഓഫ് പങ്കിന്റെ ഒരുപാട് അസിസ്റ്റൻസ് അവന് ചുറ്റും നിൽക്കുകയാണ്. അവരാണെങ്കിൽ അവനെ സമാധാനിപ്പിക്കും. നിങ്ങൾ ടെൻഷൻ ആവേണ്ട കാര്യമില്ല, നിങ്ങളുടെ ജീവന് ഒരു കുഴപ്പമില്ല, നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ബേസിക് ട്രീറ്റ്മെന്റ് അതെല്ലാം തന്നെ ഞങ്ങൾ നൽകി കഴിഞ്ഞു എന്ന് പറയും. അത് കേട്ട് ഇപ്പോൾ അവൻ ഹാപ്പിയായി ഡോക്ടർ വേഗ് ഓഫ് പങ്കിനെ കോൺടാക്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുകയാണ്. പക്ഷെ അവൻ എത്രയൊക്കെ ശ്രമിച്ചിട്ടും ആളെ കോൺടാക്ട് ചെയ്യാനായിട്ട് കഴിയില്ല. മാത്രമല്ല ആ ഒരു ഡോം അതിപ്പോൾ ക്ലോസ്ഡ് ആണ്. അവനാണെങ്കിൽ ദേഷ്യം കൂടിക്കൂടി വരികയാണ്. കാരണം ഡോക്ടർ വേഗ് ഓഫ് പങ്കിനെ അവൻ ലാസ്റ്റ് ടൈം ലൂഫിയുടെ കയ്യിലാണ് ഏൽപ്പിച്ചത്. അദ്ദേഹം സേഫ് അല്ല എങ്കിൽ തീർച്ചയായിട്ടും ഞാൻ അവനെ വെറുതെ വിടില്ല എന്ന് പറഞ്ഞ് അവൻ ടെററാവും. മാത്രമല്ല ഇപ്പൊ അവൻ നേവിക്കാർക്ക് ഓപ്പോസിറ്റ് ആയിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം, തീർച്ചയായിട്ടും ആ നേവിക്കാരെ ഞാൻ വെറുതെ വിടില്ല എന്ന് പറഞ്ഞ് അവൻ പുറത്തേക്ക് പോകാൻ ഒരുങ്ങും. കട്ട് ചെയ്താ ഇവിടെ ഒരുപാട് കണ്ടെയ്നേഴ്സ് പതിയെ പതിയെ ഓപ്പൺ ആവും. മാസി ഫെസ്റ്റേഴ്സ് അവരങ്ങനെ ടെററായിട്ട് പുറത്തേക്ക് വരികയാണ്. അത് ടോട്ടലായിട്ട് 50 മാനിഫെസ്റ്റേഴ്സ് ഉണ്ട്. അവറ്റകളോട് ഇപ്പൊ ലൂഫിയെ സപ്പോർട്ട് ചെയ്യാനും ഡോക്ടർ വേഗ് ഓഫ് പങ്കിനെ പ്രൊട്ടക്ട് ചെയ്യാനും ഇൻസ്ട്രക്ഷൻ കൊടുത്ത് പറഞ്ഞയക്കുകയാണ്. കട്ട് ചെയ്താ ഇവിടെ ലാബില് ആ ജ്വല്ലറി പെണ്ണ് അവളാണെങ്കിൽ ഡോക്ടർ വേഗ് ഓഫ് പങ്കിന്റെ വാക്കൊന്നും കേൾക്കാതെ ആ ലാബിന്റെ അകത്തേക്ക് പോവാണ്. ആണെങ്കിൽ അവളുടെ കാലിൽ വീണ് കെഞ്ചും, ദയവ് ചെയ്ത് നീ അതിന്റെ അകത്തേക്ക് പോകാൻ പാടില്ല, അത് വലിയ അപകടമാണ്. പക്ഷെ അത് അവൾ കേൾക്കാൻ തയ്യാറാവാതെ ഒരു പാമ്പിൽ കൈവച്ച് എനിക്ക് എന്റെ പപ്പയുടെ മെമ്മറി അത് അറിയണമെന്ന് പറയും. അടുത്ത നിമിഷം സ്പെഷ്യൽ എഫക്റ്റില് ചില ലൈറ്റ്സ് ഒക്കെ അങ്ങനെ റൈസപ്പ് ആവും. ഈ വെച്ചതിന് ശേഷം അവളിപ്പോ ദൂരത്തായിട്ട് ഒരു ചെറിയ കുട്ടിയെ കാണുകയാണ്. ആ കുട്ടിയാണെങ്കിൽ ഉച്ചത്തിൽ നിലവിളിച്ച് കരയാനായിട്ട് തുടങ്ങും. ആ കുട്ടി മറ്റാരുമല്ല, ഒരു പെണ്ണിന്റെ പപ്പ, സാക്ഷാൽ കൂമ. അവിടെ നിന്ന് അങ്ങനെ കട്ട് ചെയ്ത ലൂഫി ആണെങ്കിൽ നിലവിളിക്കുകയാണ്. എല്ലാവരും അവനോട് കാര്യം അന്വേഷിക്കും. അതിനവൻ പറയും, ഇത്രയും നേരം ഞാൻ ഡോക്ടർ വേഗ് ഓഫ് പങ്കിന് വേണ്ടി ഫ്ലൈ ചെയ്ത് അന്വേഷിക്കുകയായിരുന്നു. പക്ഷേ അല്പസമയം മുൻപ് എൻ്റെ കയ്യിലുണ്ടായിരുന്ന ആ ഫ്ലൈയിങ് ഷൂ അത് തകർന്നു പോയി. സോ അതിനുശേഷം ഞാൻ ഇവിടെ മുഴുവൻ ഓടി നടന്നായിരുന്നു അദ്ദേഹത്തെ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ എനിക്ക് ആരോഗ്യമില്ല, ഒട്ടും സ്ട്രെങ്ത് ഇല്ല, എന്നെ കൊണ്ട് ഇനി ഒന്നും ചെയ്യാൻ കഴിയില്ല. മാത്രമല്ല ഈ ഷൂസ് അത് ഞാൻ തകർത്തതുകൊണ്ട് തന്നെ ഇതിൻ്റെ പേയ്മെൻറ്റ് ഞാൻ കൊടുക്കേണ്ടതായി വരും. എൻ്റെ കയ്യിലാണെങ്കിൽ 5 പൈസ പോലും ഇല്ല എന്ന് പറഞ്ഞ് അവൻ അങ്ങനെ പൊട്ടിക്കരയും. അതേസമയം ഇവിടെ ഷക്കയാണെങ്കിൽ എല്ലാവരോടുമായിട്ട് പറയും, ആരും ടെൻഷൻ ആവേണ്ട കാര്യമില്ല, ഓൾറെഡി വേഗ് ഓഫ് പങ്കിനെയും ജ്വല്ലറി പെണ്ണിനെയും അവർ രണ്ടുപേരെയും ഞാൻ കണ്ടെത്തി കഴിഞ്ഞു. അവർ രണ്ടുപേരും ആ ലാബിൽ തന്നെ ഉണ്ട്. ആ സമയം സസി, ബ്രൂക്ക്, സോറോ അവർ 3 പേരും പുതിയ ഗെറ്റപ്പിൽ സ്യൂട്ടൊക്കെ ഇട്ട് അവിടേക്ക് കടന്നു വരികയാണ്. സോറോ ആണെങ്കിൽ ടെൻഷനായിട്ട് പറയും, നിങ്ങൾ വെറുതെ ഇവിടെ നോക്കി നിൽക്കുകയാണോ? ആ നേവിക്കാർ ഇവിടേക്ക് എത്തുന്നതിന് മുൻപ് നമുക്ക് ഇവിടുന്ന് രക്ഷപ്പെട്ടു പോകണമെന്ന് പറയും. അതിന് ബാക്കിയുള്ളവർ പറയും, ഇതുവരെ വേഗ് ഓഫ് പങ്കിനെ ഇവിടേക്ക് എത്തിക്കാൻ കഴിഞ്ഞിട്ടില്ല. ടെസ്സി ആണെങ്കിൽ ചുറ്റും നോക്കും. ആ സ്ഥലം മുഴുവൻ തകർന്ന് കിടക്കുകയാണ്. ഇവിടെ എന്തു പറ്റിയും ചിന്തിച്ച് അവൾ കൺഫ്യൂസ്ഡ് ആയിട്ട് നിൽക്കുമ്പോഴായിരിക്കും നമ്മുടെ റൊമാൻറ്റിക് ഹീറോ സാഞ്ചി അവൻ അവിടേക്ക് ഹായ് ആയിട്ട് കടന്നു വന്ന് അവളെ പ്രപ്പോസ് ചെയ്യുക. മറ്റൊരു ഭാഗത്ത് പരിക്ക് പറ്റിയ നമ്മുടെ പെണ്ണ് അവളാണെങ്കിൽ ബാക്ക് ടു നോർമലായി അവിടേക്ക് എത്തും. പിന്നീട് ഓരോരുത്തരായി ഒരു ഐലാൻഡിൽ നിന്ന് പോകാൻ തയ്യാറായി കടന്നു വരികയാണ്.
സാഞ്ചിക്കാണെങ്കിൽ സന്തോഷം അത് അടക്കാനായിട്ട് കഴിയില്ല. കാരണം ഇത്രയും സുന്ദരികളായ ക്യൂട്ട് പെൺകുട്ടികളാണ് ഇപ്പൊ അവന്റെ ഒപ്പം കപ്പലിൽ യാത്ര ചെയ്യാൻ പോകുന്നത്. ലൂഫി ആണെങ്കിൽ ലിസിനോട് നീ ഓക്കെ അല്ലേ ചോദിക്കും. അതിനവൾ കൈ കറക്കി കറക്കി അവിടെ ഉണ്ടായിരുന്ന ഒരുത്തനെ ഇട്ടിച്ച് കാണിച്ചു കൊടുക്കുകയാണ്. ഞാൻ ഓക്കെ ആണ് ലൂഫി, നീ കറക്റ്റ് സമയത്ത് വന്നതുകൊണ്ടാണ് എന്നെ സേവ് ചെയ്യാൻ കഴിഞ്ഞത്. ഇത് കേട്ട് ലൂഫി ശരിക്കും സത്യത്തിൽ നീയാണ് എനിക്ക് ആഹാരം തന്ന് ഇവിടേക്ക് ഞങ്ങളെ വെൽക്കം ചെയ്തത്. സോ നിന്നെ ഒരിക്കലും എനിക്ക് മറക്കാൻ കഴിയില്ല. ഇവിടെ സ്റ്റസി ആണെങ്കിൽ ഇപ്പൊ ചക്കയോട് പറയും, ആക്ച്വലി എൻ്റെ ഈ ഒരു ഐഡന്റിറ്റി അത് റിവീൽ ആയതിൽ എനിക്ക് ഒരുപാട് വിഷമമുണ്ട്. പക്ഷെ കുഴപ്പമില്ല, എത്രയും വേഗം നമുക്ക് ഡോക്ടറിനെ സേഫാക്കി ഇവിടുന്ന് രക്ഷപ്പെട്ടു പോകണം. അതിന് ഷക്കോ പറയും, 2 ബാഡ് ആയിട്ടുള്ള ന്യൂസുകൾ നിന്നെ അറിയിക്കാനുണ്ട്. ഒന്നാമത്തെ കാര്യം, ഡോക്ടർ വേഗോ പങ് കൃത്യമായിട്ട് ലൊക്കേറ്റ് ചെയ്യാൻ എന്നെ കൊണ്ട് സാധിച്ചിട്ടില്ല. രണ്ടാമത്തെ കാര്യം, ആ മെയിൻ ഡോമിന്റെ കൺട്രോൾ അത് നമുക്ക് നഷ്ടപ്പെട്ടു പോയിരിക്കുകയാണ്. അത് കേട്ട് നമ്മുടെ ആൾക്കാരും ഇവിടെ ഷോക്കാവും. കാരണം ആ ഒരു ഡോമിന്റെ കൺട്രോൾ അത് നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഉള്ളിലുള്ളവർക്ക് പുറത്തേക്ക് പോകാനോ ഉള്ളവർക്ക് ഒരു കാരണവശാലും അകത്തേക്ക് വരാനോ സാധിക്കില്ല. സോ അവരിപ്പോൾ അവിടെ കുടുങ്ങി കിടക്കുകയാണ്. ഷക്കയാണെങ്കിൽ അവരോട് പറയും, നിങ്ങൾ ടെൻഷൻ ആവേണ്ട കാര്യമില്ല, നമുക്കൊരിക്കലും ഈ ഡോം തകർത്ത് പോകാനായിട്ട് കഴിയില്ല. അങ്ങനെ സംഭവിച്ചാൽ നമ്മൾ ഇല്ലാതായി തീരും. ഞാൻ എൻ്റെ കഴിവിൻ്റെ പരമാവധി ശ്രമിച്ച് ഈ ഡോം അതെങ്ങനെയെങ്കിലും ഓപ്പൺ ചെയ്യാൻ ശ്രമിക്കാം. ആ ഗ്യാപ്പിൽ നിങ്ങൾ ഡോക്ടർ വേഗോഫ് പങ്ങിനെ ഇവിടേക്ക് എത്തിക്കണം എന്ന് പറയും. അത് കേട്ട് എല്ലാവരും അദ്ദേഹത്തെ അന്വേഷിച്ചു പോകും. ഫ്രാങ്കി ആണെങ്കിൽ ഷക്കയോട് ചോദിക്കും, എന്തുകൊണ്ട് നിനക്ക് ആ CCTV നോക്കി ഡോക്ടറിന്റെ ലൊക്കേഷൻ സ്പോട്ട് ചെയ്യാൻ കഴിയുന്നില്ല? അതിനാൾ പറയും, ആ ഒരു അറ്റാക്കിൽ ക്യാമറയുടെ പൊസിഷൻസ് അതെല്ലാം തന്നെ ഓരോ ഭാഗത്തേക്ക് ഡൈവേർട്ട് ആയിരിക്കുകയാണ്. അതിപ്പോഴും ബാക്ക് ടു നോർമൽ ആയിട്ടില്ല. അസിസ്റ്റൻസിനെ അത് നോർമൽ ആക്കാൻ ഞാൻ അയച്ചു കഴിഞ്ഞു. നോർമൽ ആവാതെ വ്യക്തമായിട്ട് എനിക്ക് അദ്ദേഹത്തെ സ്പോട്ട് ചെയ്യാൻ കഴിയില്ല. പക്ഷേ ഏകദേശം അദ്ദേഹമുള്ള ലൊക്കേഷൻ അതെനിക്ക് മനസ്സിലായി കഴിഞ്ഞു എന്ന് പറഞ്ഞ് അത് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു കൊടുക്കും. ഇവിടെ പിത്തോഗ്രസ് ആണെങ്കിൽ ആ 3rd ഫ്ലോർ അത് മുഴുവൻ അന്വേഷിച്ച് അവനിപ്പോൾ ആകെ ടയർഡായിരിക്കുകയാണ്. അതുകൊണ്ട് നാമി പറയും, നമ്മളും വെറുതെ ഇരുന്നിട്ട് കാര്യമില്ല, നമുക്കും കാര്യക്ഷമമായിട്ട് അന്വേഷിക്കണം എന്ന് പറഞ്ഞ് ഒരു ടീം ഫോം ചെയ്ത് അവളും ഇപ്പോൾ ഡോക്ടറിനെ അന്വേഷിച്ച് കടന്നു പോകും. ജോറയ്ക്കാണെങ്കിൽ അടങ്ങിയിരിക്കാനായിട്ട് കഴിയില്ല. അവനും ഇപ്പോൾ അവന്റെ സ്ക്വാഡൊക്കെ എടുത്ത് ചാടി എഴുന്നേറ്റ് പറയും, ഡോക്ടർ വേഗോഫ് പങ്ങിനെ കണ്ടെത്തി ആളുടെ കഴുത്ത് വെട്ടുന്ന കാര്യം അത് ഞാൻ ഏറ്റു. സാഞ്ചി ആണെങ്കിൽ അത് കേട്ട് ഞെട്ടി അവൻ അങ്ങനെ റൗണ്ട് ചെയ്ത് പിടിക്കുകയാണ്. ഓ നോ, ദയവ് ചെയ്ത് അദ്ദേഹത്തെ അന്വേഷിച്ച് പോകാൻ പാടില്ല. പിന്നെ നിന്നെ കണ്ടുപിടിക്കാൻ ബാക്കിയുള്ളവർ ഒരുപാട് മണിക്കൂറുകൾ ചെലവഴിക്കേണ്ടി വരും. വേഗോഫ് പങ്ങിനെ കൊല്ലാനല്ല, ഇവിടുന്ന് സേഫ് ആയിട്ട് കൊണ്ടുപോകാനാണ് നമ്മളെല്ലാവരും ശ്രമിക്കുന്നത്. കട്ട് ചെയ്ത മറ്റൊരു ഭാഗത്ത് ഉസോപ്പിന് അന്വേഷണം ഏത് വഴിക്ക് തുടങ്ങണം, എവിടേക്ക് പോകണം എന്നൊന്നും അറിയില്ല. അതിന് ലളിതാണെങ്കിൽ അവനെ സഹായിക്കും. ടെൻഷൻ ആവേണ്ട കാര്യമില്ല, ഞാൻ നിങ്ങളെ വഴി കാണിക്കാന്ന് പറഞ്ഞ് അവൾ അവനെ കൂട്ടും. ഇവിടെ യോർക്കാണെങ്കിൽ എപ്പോഴത്തേതും പോലെ കൂർക്കം വലിച്ചുറങ്ങാനായിട്ട് തുടങ്ങും. മറ്റൊരു ഭാഗത്ത് ക്ഷീണിച്ച നമ്മുടെ ലൂഫിയും ക്ഷീണിക്കാത്ത സോറോയും അവർ രണ്ടുപേരും നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് വളരെ കാര്യമായിട്ട് ഡിസ്കസ് ചെയ്യാനായിട്ട് തുടങ്ങും. ഇവിടുന്ന് അങ്ങനെ സീൻ കട്ട് ചെയ്ത ന്യൂസ് പേപ്പർ മോർഗനെ കാണിക്കും. അവനാണെങ്കിൽ ഇപ്പോൾ ഒരു ഹോട്ട് ന്യൂസ് കിട്ടിയിരിക്കുകയാണ്. നേവി ബേസിലുള്ളവർ ഇപ്പോൾ ഇവിടെ തന്നെ ഏറ്റവും വലിയ ഹെൽപ്പർ ആയിട്ടുള്ള സയന്റിസ്റ്റ് ഡോക്ടർ വേഗോഫ് പങ്കിനെ അവരെ കൊല്ലാനായിട്ട് ശ്രമിക്കുകയാണ്. അത് കേട്ട് ഇപ്പോൾ ഷോക്കാവും. നേവിക്കാർ വളരെ ബാഡായിട്ടുമാണ് എല്ലാവരോടും പെരുമാറുന്നത്. ഇതും എനിക്ക് ജനങ്ങളെ അറിയിക്കണമെന്ന് പറഞ്ഞ് അവൻ കാര്യമായിട്ട് എഴുതാനായിട്ട് തുടങ്ങും. അവനാണെങ്കിൽ അല്പനേരം ആലോചിച്ച് ഇപ്പോൾ ആ സ്റ്റോറി ചേഞ്ച് ആക്കി എഴുതും. ഡോക്ടർ വേഗോഫ് പങ്കിനെ ലൂഫി ഹോസ്റ്റേജ് ആക്കി വെച്ചിരിക്കുകയാണ്. നമ്പേഴ്സിൽ ഒരാളായ ലൂഫി ഇപ്പൊ നേവിക്കാരുമായിട്ട് ഏറ്റുമുട്ടി ഡോക്ടർ വേഗോഫ് പങ്കിനെ ഇല്ലാതാക്കും എന്നായിരിക്കും അവൻ എഴുതി പിടിപ്പിക്കുക. അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ നേവിയിൽ നിന്ന് അവൻ ഒരുപാട് പാരിതോഷികങ്ങൾ കിട്ടും. എഴുതുന്ന ഈ ന്യൂസ് കണ്ട് അടുത്തുണ്ടായിരുന്ന ഒരു പെൺകുട്ടി ദേഷ്യപ്പെടും. അത് മറ്റാരുമല്ല, സാക്ഷാൽ വിവി. മോർഗൻ ആണെങ്കിൽ അവളോട് ദേഷ്യപ്പെട്ട് പറയും, നിന്നെ സേവ് ചെയ്ത് ഇവിടേക്ക് കൊണ്ടുവന്നത് ഞാനാണ്. എൻ്റെ കാര്യങ്ങളിൽ നീ ഇടപെടാനായിട്ട് പാടില്ല. ഞാൻ എന്തെഴുതുന്നോ അതായിരിക്കും ലോകം അറിയുക, വിശ്വസിക്കുക. അതിന് എനിക്ക് ആരുടെയും സഹായവും ഉപദേശവും ആവശ്യമില്ല എന്ന് പറഞ്ഞ് അവളെ ടെററായി നോക്കുന്നതോട് കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു.